ഹലോ കളിക്കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോംനസ് ഹിമ. ഇന്നലത്തെ നൈറ്റ് ഡ്യൂട്ടിയും ഒരു അസൽ കളിയും കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞാൻ ലുലുന്ന് ഫിഷ് വാങ്ങി. അവരത് അപ്പം തന്നെ വൃത്തിയാക്കിയൊക്കെ തന്നു. ഇനി ഇത് വറുക്കണം, കഴിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മീനൊക്കെ കഴുകാൻ പോവാണ്. മീൻ കഴുകുന്നതിനിടെ ഇന്നലത്തെ ഒന്നൊന്നര കളിക്കഥ ഞാൻ പറയാം. ഇന്നലെ ഒരു സ്ട്രോക്ക് വന്നൊരു അമ്മച്ചിനെ നോക്കാനാണ് ഞാൻ പോയത്. അമ്മച്ചീൻ്റെ മകൻ്റെ ഫാമിലീൻ്റെ കൂടെയാണ് അമ്മച്ചി താമസിക്കുന്നത്. ഇന്നലെ അവിടെ മകൻ്റെ ഭാര്യയും കുട്ടികളും ഒരു സ്ഥലം വരെ പോയപ്പോഴാണ് എന്നെ വിളിച്ചത്. മകനൊരു ഡോക്ടറാണ്, ഒരു ന്യൂറോ സർജൻ. ഒരു 45 വയസ്സൊക്കെ കാണും. ഞാൻ കയറി ചെന്നു. അമ്മച്ചിയുടെ റുട്ടീൻ മെഡിക്കേഷൻസ് എല്ലാം പറഞ്ഞു തന്നു. എന്നിട്ട് എന്നോട് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ കിച്ചണിൽ നിന്നും ഉണ്ടാക്കി കഴിക്കാനായിട്ട് പറഞ്ഞു. ഞാൻ കുറേ നേരം അമ്മച്ചിയുടെ അടുത്തൊക്കെ ഇരുന്നു. രാത്രിയിലെ മരുന്നൊക്കെ കൊടുത്തതിന് ശേഷം ഒരു 11 മണിക്ക് ആയപ്പോൾ ഞാൻ കിച്ചണിൽ പോയിട്ട് കോഫി ഉണ്ടാക്കാനായിട്ട് പോയി. ഇത് കണ്ട് ഞാൻ അവിടെ കിച്ചണിൽ കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഡോക്ടറും അങ്ങോട്ടേക്ക് വന്നു. പുള്ളിയാണെങ്കിൽ ഒരു ടൈറ്റ് ബോക്സർ ഇട്ടിട്ടാണ് വന്നത്. ആ ബോക്സറിൻ്റെ പുറത്തേക്ക് പുള്ളിക്കാരൻ്റെ സാധനം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനതിലേക്ക് ആദ്യം ഇങ്ങനെ നോക്കി. പുള്ളിക്കാരനത് കണ്ടു, ഞാൻ അങ്ങോട്ടേക്ക് ശ്രദ്ധിച്ച് നോക്കുന്നത്. എന്നിട്ട് പുള്ളി എന്നെ നോക്കി അങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞു, റൂമിലേക്ക് ഒരു കോഫി ഒന്ന് കൊണ്ടുവരണമെന്ന്. ഓക്കെ, ഞാൻ ഓക്കെ പറഞ്ഞിട്ട് ഞാൻ 2 കോഫി ഉണ്ടാക്കി റൂമിലേക്ക് ചെന്നു. അവിടെ പുള്ളിക്കാരൻ ബാൽക്കണിയിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. ഞാൻ അവിടേക്ക് ചെന്നിട്ട് കോഫിയൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. പുള്ളിക്കാരൻ്റെ ഭാര്യയിൽ നിന്നും ബെഡിൽ പ്രതീക്ഷകളൊന്നും കിട്ടുന്നില്ല എന്നുള്ള കാര്യം പതുക്കെ അങ്ങ് സൂചിപ്പിക്കാൻ അങ്ങ് തുടങ്ങി. പിന്നെ ദാമ്പത്യ ജീവിതത്തിൻ്റെ കുറേ ഫോൾട്ടും ഡിഫക്റ്റൊക്കെ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് എന്നിങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങി. ഞാനും കുറേയൊക്കെ അങ്ങോട്ടേക്ക് സംസാരിച്ചു. പിന്നെ പതുക്കെ അവിടെ നിന്ന് അങ്ങ് സ്റ്റോറി അങ്ങോട്ട് മാറി പല പല ഫാൻറ്റസീസ് പറയാൻ തുടങ്ങി. ബെഡ്റൂമിൽ എന്തൊക്കെ ഫാൻറ്റസി ഉണ്ടോ അതെല്ലാം പുള്ളിക്കാരങ്ങനെ തുറന്നിങ്ങനെ പറയാൻ തുടങ്ങി. കുറേയൊക്കെ ഞാൻ എൻജോയ് ചെയ്തു. അതിൽ കുറേയൊക്കെ എൻ്റെ ഫാൻറ്റസീസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മനസ്സങ്ങോട്ട് തുറന്നങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. അയ്യോ, നമ്മുടെ മീനൊക്കെ കഴുകണ്ടേ? മീനൊക്കെ കഴുകി കഴിഞ്ഞു. ഇനി അതിലേക്ക് മസാല അങ്ങോട്ട് തേച്ച് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചില്ലി പൗഡറും പിന്നെ ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഇത്ര ഞാൻ എടുക്കാറുള്ളൂ. എനിക്കിതിൽ കൂടുതലൊന്നും ഉണ്ടാക്കാനായിട്ട് അറിയത്തൊന്നുമില്ല. ഈ മസാല തേച്ച മീൻ കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം നമുക്ക് മസാല പിടിക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. പിന്നീട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. നല്ല പോലെ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, മീൻ അവിടെ കിടന്ന് വേവട്ടെ. ആ സമയം നമുക്ക് ബാക്കി കഥ പറയാം. ഓക്കെ, അങ്ങനെ ഞാനും ഡോക്ടറും പതുക്കെ ഇങ്ങനെ സംസാരിച്ച് കുറച്ചിങ്ങനെ അടുത്ത് വന്നു. ബാൽക്കണിയിൽ ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് ഡോക്ടർ പതുക്കെ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നീങ്ങി വന്നുകൊണ്ടിരുന്നു. എന്നിട്ട് എൻ്റെ കൈയൊക്കെ പിടിച്ച് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ മുഖത്തിനടുത്തേക്ക് ഇങ്ങനെ വന്നു. എന്നിട്ട് പതുക്കെ നല്ലൊരു അടിപൊളി ഉമ്മ വെച്ചു. പിന്നെ പറയണ്ടല്ലോ എന്തൊക്കെയായിരിക്കും അവിടെ നടന്നിട്ടുണ്ടാവാന്ന്. നല്ല പോലെ കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മയൊക്കെ വെച്ചിട്ട് എന്നെ പുള്ളിക്കാരൻ എടുത്തുകൊണ്ട് റൂമിൽ ബെഡിൽ അങ്ങോട്ട് കിടത്തി. എന്നിട്ട് അവിടെ നിന്നായി പിന്നെ ബാക്കിയൊക്കെ. പിന്നെ പതുക്കെ എൻ്റെ കാല് കുത്തി വെച്ചിട്ട് അകത്തി വെച്ചു. എന്നിട്ട് പുള്ളിക്കാരൻ മുഖം താഴേക്ക് കൊണ്ടുപോയിട്ട് അപ്പട്ടങ്ങിട്ട് പണിത് മോനെ. നല്ല രീതിക്ക് അങ്ങ് വത്സനടിച്ചെന്നെ കുറേ നേരം സൂചിപ്പിച്ചു. അവസാനം എൻ്റെ വെള്ളം പോയത് പുള്ളിക്കാരൻ്റെ വായിലേക്ക്. പുള്ളിക്കാരനത് മുഴുവനും നക്കിയെടുത്തു, ഫുൾ നക്കിയെടുത്തു. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ ആ കൊലച്ച് നിൽക്കുന്ന കുട്ടനെടുത്തിട്ടുണ്ടല്ലോ എൻ്റെ വായിലേക്ക് അങ്ങ് വെച്ചു. അത് ഞാൻ ആക്രാന്തത്തോടുകൂടി ചപ്പി വലിച്ച് ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് പിന്നെ പല പല രീതിയിലായി കളികളൊക്കെ. കിടന്നും ഇരുന്നും ബാക്കിലും ഫ്രണ്ടിലും കുനിഞ്ഞും ഒക്കെ ചെയ്തു ഞങ്ങൾ. പിന്നെ കുറേ ഫാൻറ്റസീസും ചെയ്തു. അങ്ങനെ അയാളുടെ പാല് എൻ്റെ ദേഹത്തും എൻ്റെ മുഖത്തും എൻ്റെ വായിലൊക്കെ ഒഴിച്ചു. അങ്ങനൊരു 4 കളി ഞങ്ങൾ കളിച്ചു. അവസാനമായപ്പോഴേക്കും പുള്ളിക്കാരൻ ക്ഷീണിച്ചു കേട്ടോ. പക്ഷെ ഞാൻ ക്ഷീണിച്ചില്ല. എന്താണെന്നറിയില്ല, പണ്ട് തൊട്ടേ ഭയങ്കര സ്റ്റാമിന കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതാണ് ഇന്നലെ നടന്ന കളിക്കഥ. അപ്പോൾ കൂട്ടുകാരെ,
എൻ്റെ ഫിഷ് ഫ്രൈ ഇപ്പോൾ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കുറച്ചൊന്ന് തീ കൂട്ടിയൊന്ന് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ചപ്പാത്തി ഉണ്ടാക്കണം. ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ കഴിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിച്ച് എൻ്റെ ക്ഷീണം മാറ്റട്ടെ. ഓക്കെ, ഇനിയും എൻ്റെ വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, ബായ്.